നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കാണുന്ന ഒരു കമന്റ്. അത് വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ മാർക്കോനെ കളിയാക്കിക്കൊണ്ടുള്ളതല്ല, മാർക്കോയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കമന്റാണ്. പക്ഷെ ആ ഒരു പുകഴ്ത്തലിൽ മലയാള സിനിമയെ ടോട്ടലായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഫ്രീ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ വലിയ വിജയമായി മാറി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ കളക്ഷന്റെ കാര്യം നോക്കുന്ന സമയത്ത് വളരെ വലിഞ്ഞാണ് സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഈ സിനിമ 80 കോടി നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 14 ദിവസമായി സിനിമ റിലീസ് ചെയ്തിട്ട് വലിയ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും ഹിന്ദിയിലും വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. തെലുങ്കിൽ റിലീസ് ചെയ്തപ്പോൾ തൊട്ട് വലിയ ആളക്കൂട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും വലിയ വിജയത്തിലേക്ക് പടം മാറുന്നു. മറ്റു പല വിദേശ രാജ്യങ്ങളിലും വലിയ പ്രശസ്തിയിലേക്ക് സിനിമ മാറുന്നു. സിംഗപ്പൂരൊക്കെ 21 വയസ്സിന് ശേഷമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം സത്യം തന്നെയാണ്, ഒന്നും നുണയാണെന്ന് പറയുന്നില്ല. ഈ 80 കോടിയെ മാത്രമേ ഇത്രയും ആയിട്ടുള്ളൂ. അതായത് 5 ദിവസം കൊണ്ട് 50 കോടി നേടിയ സിനിമയാണ്. പക്ഷെ പിന്നീട് 14 ദിവസമായിട്ട് 80 കോടിയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിലുള്ള കണക്ക്? ബാക്കിയുള്ള സിനിമകളെല്ലാം തള്ളല്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തുനിന്നും വരുന്നത് കാണാൻ സാധിക്കും. ഒരു കാര്യം കോമൺ സെൻസോട് കൂടി തന്നെ ചിന്തിക്കുക. ഈ വലിയ ഹിറ്റായിട്ട് മാറിയ എല്ലാ സിനിമകളും മലയാളത്തിൽ ഇപ്പോൾ 50 കോടി 100 കോടിയൊക്കെ നേടിയ സിനിമ, 100 കോടിക്ക് മുകളിലൊക്കെ നേടിയെന്ന് പറയുന്ന എല്ലാ സിനിമകളും ആദ്യത്തെ ഒരു 4, 5, 6 ദിവസത്തിനുള്ളിൽ തന്നെ 50 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് മാത്രമാണ് അതിനകത്തൊരു ഇത് പറയാനുള്ളത്. കാരണം പയ്യെ കയറി വന്ന ഒരു സിനിമ മഞ്ഞുമ്മൽ ബോയ്സും പ്രേമലുവും. ബാക്കി എല്ലാ സിനിമകളും വളരെ പെട്ടെന്ന് തന്നെ 4 ദിവസം 5 ദിവസം കൊണ്ടൊക്കെ 50 കോടി നേടുന്നതാണ്. പിന്നീടാണ് വലിച്ചിൽ വരുന്നത്. പക്ഷേ അവിടെയുള്ളൊരു പ്രത്യേകത, ഈ സിനിമയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഫാമിലിക്ക് കയറാൻ സാധിക്കത്തില്ല. പെണ്ണുങ്ങൾ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലി ഈ സിനിമയ്ക്ക് കുട്ടികളുമായിട്ട് ഈ സിനിമയ്ക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് വലിയൊരു വിഭാഗം ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഒറ്റയ്ക്ക് പോയി പടം കാണുന്ന പെണ്ണുങ്ങൾ, അവർ ഈ പടം കാണാൻ ധൈര്യപ്പെടാതെ മാറി നിൽക്കുന്നുണ്ട്. ഉണ്ണിമൂന്തിന് ഇതുവരെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന പെണ്ണുങ്ങളാണ്. അവരിൽ പലരും ഈ സിനിമയ്ക്ക് കാണാൻ പറ്റാതെ മാറിയിരിക്കുന്നു. അപ്പോൾ ഓഡിയൻസിന് വളരെ പ്രധാനപ്പെട്ട ഫാമിലി എന്ന് പറയുന്ന വിഭാഗവും ഒരു വിഭാഗം പെണ്ണുങ്ങൾക്കും ഈ സിനിമ കാണാൻ പറ്റാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കളക്ഷനിൽ വലിയ ഇടിവ് ഈ സിനിമയ്ക്ക് സംഭവിക്കും. ഇത്ര വലിയ വിജയമായി എന്ന് പറയുന്നത് പോലും യുവാക്കൾക്കിടയിലാണ് ഇത്ര വലിയ തരംഗമായി. യുവാക്കൾ മാത്രമാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേജർ കളക്ഷൻ വരേണ്ട ഫാമിലി എന്ന് പറഞ്ഞ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ 4, 5 ടിക്കറ്റാണ് അതിന്റെ പേരിൽ പോകുന്നത്. മറ്റേത് നമ്മളൊക്കെ പോയി പടം കാണുമെന്ന് പറയുമ്പോൾ ഒറ്റ ടിക്കറ്റാണ് അവിടെ വിറ്റ് പോകുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മതി ഈ സിനിമയുടെ കളക്ഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. അല്ലാതെ ഇത് സത്യസന്ധമായിട്ടുള്ള കണക്കും മറ്റേത് ഇതായിട്ടുള്ള കണക്കാണെന്ന്, ലൂസിഫറിന്റെ പേരാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. ലൂസിഫർ നുണയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആർക്കും ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഒരു സിനിമയാണ്. ഈ പറഞ്ഞ മാതിരി ഫാമിലീസും സ്ത്രീകളും ഒക്കെ പടം കണ്ടിട്ട് തന്നെയാണ് അത്ര വലിയ വിജയമായി മാറിയത്. മഞ്ഞുമ്മൽ ബോയ്സ് ആയാലും പ്രേമലു ആയാലും ഒക്കെ വലിയ ഫാമിലിയുടെ വലിയ സപ്പോർട്ട് കിട്ടിയ സിനിമകളായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. കാരണം കിട്ടാൻ പാടില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ സിനിമ കാണാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ഷന്റെ കാര്യത്തിലും അത്ര വലിയ ഇടിവ് ഈ സിനിമയ്ക്ക് സംഭവിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. കോമൺ സെൻസ് മാത്രം യൂസ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.